ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗണപതിനെ നിമഞ്ജനം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. 5 ദിവസമായി ഇന്നേക്ക് വെച്ചിട്ട്. അപ്പോൾ ഗണപതിനെ നിമഞ്ജനം ചെയ്യുമ്പോൾ രാവിലെ തന്നെ ഗംഭീര പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജ കാര്യങ്ങൾ, പിന്നെ ഡ്രംസ് കൊട്ടൽ, പിന്നെ ഡാൻസ് കളിച്ച പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കൽ, പാരായണം ചെയ്ത ചേച്ചിമാർക്ക് സാരി കൊടുക്കൽ, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ലാസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉച്ചയായി. ഗംഭീര സദ്യയാണ് കേട്ടോ. ഇവിടെ സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ. അങ്ങനെ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ വെറൈറ്റികളായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ വിഭവങ്ങൾ. നാട്ടിലെ എനിക്ക് ഇഷ്ടവും അവിയൽ അതൊക്കെ ഇഷ്ടമുള്ളൂ. ബാക്കി സാമ്പാർ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ സാമ്പാർ കുറച്ചൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നാട്ടിലൊട്ടും ഇഷ്ടമല്ല എനിക്ക് സാമ്പാർ. ഇവിടുത്തെ സാമ്പാർ ഇഷ്ടം കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾ ഊണ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ വന്ന് ഇരിക്കുന്ന വരവ് നോക്കിയൊക്കെ എല്ലാവരും നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിറ്റങ്ങൾ 2 എണ്ണം മാത്രം ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. 2 എണ്ണം പറയാം, ഞങ്ങൾക്ക് വയ്യ. സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കര കാലുവേദനയാണ്, നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ചോറുണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സേമിയത്തിൻ്റെ ഒരു സ്വീറ്റായിരുന്നു, എന്തോ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്വീറ്റായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മുളക് ബജ്ജി ആയിരുന്നു. ഞാൻ ഇന്നലെ വീട്ടിലേക്കും കൊണ്ടുവന്നു കേട്ടോ മുളക് ബജ്ജി. ഒരു 5-6 എണ്ണം കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ചായയുടെ കൂടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ മുളക് ബജ്ജി ആയിരുന്നു. പിന്നെ നമുക്ക് പുലാവ് ഉണ്ടായിരുന്നു കേട്ടോ. പുലാവിനകത്ത് റൈസിനെക്കാട്ടിലും കൂടുതൽ അണ്ടിപ്പരിപ്പായിരുന്നു കേട്ടോ. എന്തുമാത്രം അണ്ടിപ്പരിപ്പായിരുന്നു എന്നറിയോ. ഈ മക്കളും ശിവേട്ടനും ഒന്നും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കും. പിന്നെ നമ്മുടെ തൈര് പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നു, പരിപ്പ്, പിന്നെ എന്താ പറയുക, കോഴക്കയുടെ ഫ്രൈ ഉണ്ടായിരുന്നു. അതായത് പൊക്കോട ടൈപ്പിലുണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ വെണ്ടക്കയുടെ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ മുളക് വറുത്തത്, പപ്പടം, പിന്നെ ചോറ്, സാമ്പാർ, രസം, തൈര്. മുളക് വറുത്ത് നോക്കിയൊക്കെ എന്തുമാത്രം നീളം മുളക് വറുത്തതിനെന്നറിയോ. പക്ഷേ എരിവേയില്ല, ഭയങ്കര ഉപ്പാട്ടോ. ഞാൻ ഇന്നാലും ഒരു 5-6 എണ്ണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ രസം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റിനൊന്ന് രസം കാണാം. പിന്നെ തൈര്. അപ്പോൾ എല്ലാം കൂട്ടി അങ്ങോട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷനായിരുന്നു, ആണുങ്ങൾക്ക് വേറെ സെക്ഷനായിരുന്നു ഊണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് ലഡ്ഡു ലേലം പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേലം പാട്ടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിനായകൻ്റെ കയ്യിൽ ലഡ്ഡു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ലഡ്ഡു ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലഡ്ഡു ലേലം വിളിക്കും. അപ്പോൾ 15,000 രൂപയ്ക്കാണ് ആ ലഡ്ഡു ലേലം വിളിച്ചത്. തൊട്ടടുത്തൊരാൾ തന്നെയാണ് ലേലം വിളിച്ചത് കേട്ടോ. 2,000 രൂപ തുടങ്ങിയ ലേലമായിരുന്നു. പിന്നെ 2,000 പോയി, 5,000 വന്നു, 5,000, 6,000, അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ 15,000-ന് ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെക്കനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് കേട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ ഡാൻസ് കളിക്കുകയാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവൻ എപ്പോൾ നോക്കിയാലും വീഡിയോട് ഭ്രാന്താണ്. എന്നോട് പറയും, അക്ക വീഡിയോ എടുക്കുക, വീഡിയോ എടുക്കുന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറയണം, അക്ക ഇവരാണ് ലഡ്ഡു ലേലം വിളിച്ച്, അപ്പോൾ ഇവരുടെ വീഡിയോ പ്രത്യേകം എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീഡിയോ എടുത്തു. അപ്പോൾ അവരാണ് ലഡ്ഡു ലേലം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ലഡ്ഡുവിന് തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ. ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിനേമേൽ ലഡ്ഡു വെച്ച് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവരേന് ചണ്ടകൊട്ടലും, അതായത് ഡ്രംസ് ഉണ്ടാവില്ലേ, ആ ചണ്ടകൊട്ടലല്ല, ഡ്രംസും കാര്യങ്ങളും, പിന്നെ മറ്റേ വണ്ടിയിൽ മ്യൂസിക്കൊക്കെ വരില്ല അത്, പിന്നെ പിള്ളേരുടെ ഡാൻസ്, അങ്ങനെ ആടിപ്പാടിയിട്ട് ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഈ ലഡ്ഡു വാങ്ങിയ ടീംസിനെ ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കാലമൊന്നും ഞാൻ കൊണ്ടാക്കാൻ പോകാറില്ല. ഇന്നിപ്പോൾ ഈ ചക്ക ഇങ്ങനെ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാനും കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ടോ. പിന്നെ അടുത്ത് രമ്യാൻ്റെയൊക്കെ പറഞ്ഞു, ഇവിടെ അടുത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഒന്ന് വന്നു, കൂടെ വന്നു. അങ്ങനെ കൂടെ പോയാൽ നമുക്ക് നല്ലതൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് കൂടെ പോയിട്ടോ. എല്ലാ വർഷവും ഇങ്ങനെ ഓരോരുത്തർ ലേലം വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പോകും, ഞാനൊന്നും പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയി. അപ്പോൾ ഇവൻ്റെ ഡാൻസ് കണ്ട് എനിക്ക് മതിയായി. ഒരു പ്രത്യേക ഡാൻസ്, വെറുതെ ഇങ്ങനെ സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ. വെറുതെ ചാട്ടം മാത്രമേ ഇവൻ്റെ ഡാൻസിനകത്തുള്ളൂ. മറ്റേ പിള്ളേർ പൊളി കേട്ടോ. പിള്ളേർ നന്നായി ഡാൻസ് കളിച്ചു. എൻ്റെ 2 സാധനങ്ങളോ വീട്ടിനകത്ത് എപ്പം നോക്കിയാലും കഥകളി കളിച്ചുകൊണ്ടാണ്. 4 ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കാൻ അറിയില്ല. ഓരോന്നും ഇത് നിൽക്കണമൊക്കെയൊക്കെ ഞാൻ പറയണ്ട, പോയി കളിക്കടാ പറഞ്ഞാൽ നിങ്ങളസിൽ പോയി കളിക്കണേ ഇല്ല കേട്ടോ. അതിൻ്റെ വണ്ടിയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്കും കൂടെ കളിക്കാൻ തോന്നി. പക്ഷെ നമുക്ക് വയസ്സായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊണ്ട് ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും കളിക്കാം, വയസ്സും പ്രായമൊന്നുമില്ല, നമുക്ക് കളിക്കാൻ നാണക്കടൊന്നുമില്ല, നമുക്ക് കളിക്കാം. പക്ഷെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ പിള്ളേരോട് ഞാൻ കളിക്കുക എന്ന് പറയുമ്പോൾ ഈ 2 പിള്ളേരും വല്ല ആന്തലും മിണിങ്ങളെ പോലെ ഇങ്ങനെ ചുമരും ചാരി നിൽക്കുകയാണ്. എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ 2 എണ്ണം ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായ പോലെ ചാരി നിൽക്കണത്. പക്ഷെ എന്താ ചെയ്യാലേ. എന്നിട്ട് ഞങ്ങളിങ്ങനെ ആ കാണുന്ന വീട്ടിലേക്കാണ് ലഡ്ഡു ലേലം വിളിച്ചവരുടെ വീടാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എല്ലാവരും കൂടെ അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അതായത് പ്ലേറ്റിൽ ഇങ്ങനെ എന്താ പറയുക, കർപ്പൂരമൊക്കെ വെച്ച് ഹാരതി ഒഴിയില്ലേ. അപ്പം ഇവർ വരുമ്പോൾ തന്നെ ഇവരുടെ വീട്ടിലെല്ലാവരും ഹാരതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും.
എന്നിട്ട് ഹാരതിയൊക്കെ ഒഴിഞ്ഞിട്ട് ഈ ലഡുവിനെ വീട്ടിൽ കയറ്റിയിട്ട് ദൈവ റൂമിനകത്ത് വെക്കും. പിന്നെ എല്ലാ ആൾക്കാർക്കും, അതായത് അവരുടെ ഫ്രണ്ട്സിനും പിന്നെ കുടുംബക്കാർക്കും ചിലപ്പോൾ നാട്ടുകാർക്കും കൊടുക്കൂട്ടോ ലഡുവിനൊരു പൊട്ട്. ഓരോ പൊട്ട് നമ്മൾ എത്ര വീട്ടിലേക്ക് എത്തിച്ചോ അത്രയും നല്ലതാണ്. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരെന്തായാലും അവരുടെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഹാരതിക്ക് ഒഴിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കർപ്പൂരം കാണാനില്ല. അപ്പോൾ ആ സ്ത്രീ കർപ്പൂരം വാങ്ങാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ പോയിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുന്നു പറഞ്ഞിട്ട് പ്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, കർപ്പൂരം കാണാനില്ല. പിന്നെ ആദ്യം പോയിട്ട് കർപ്പൂരമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഈ ചെക്കൻ തന്നെയാണ് ഹാരതി ഒഴിയണത്. കാരണം അവനല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെ ഹാരതി ഒഴിഞ്ഞിട്ട് വീട്ടിനകത്തേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ട് ഹാരതി ഒഴിയാണ്. അപ്പോൾ അങ്ങോട്ടും 3 പ്രാവശ്യം ഒഴിയും, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് 3 പ്രാവശ്യം ഒഴിയണോണ്ട് കേട്ടോ. ഞാൻ സാധാരണ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുള്ളൂ. ഇവരെങ്ങനെ വെച്ചാൽ അങ്ങോട്ടും 3 പ്രാവശ്യം ഒഴിയണോണ്ട് ഇങ്ങോട്ടും 3 പ്രാവശ്യം ഒഴിയണോണ്ട്. അപ്പോൾ ഹാരതിയൊക്കെ ഒഴിഞ്ഞു. നേരെ അവരവരുടെ വീട്ടിലേക്ക് പോയി. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും വന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിനകത്തേക്ക് പോയിട്ട് എൻ്റെ പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം ഗണപതിനെ വരാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ അവിടെ തന്നെ നിന്നു. ഞാൻ എന്തായാലും അവിടെ പോയി എൻ്റെ പണികൾ വേഗം അടിച്ചുവാരലും പാത്രം മോറലും തുടയ്ക്കലും. പിന്നെ ദോശയൊന്നും ഇന്നലെ ഉണ്ടാക്കേണ്ടി വന്നില്ല, കാരണം ബജ്ജി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദോശയൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ ചായ വെച്ചു, പിന്നെ ചോറ് വെച്ചു. അപ്പോൾ എൻ്റെ പണികളോടെ ഞാൻ ഭയങ്കര ബിസിയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മോര് കൂട്ടി ചോറുണ്ടാകുന്ന പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിളക്ക് വെച്ച് വരുമ്പോഴേക്കും എൻ്റെ അച്ചുവിൻ്റെ മോന്ത ഈ കോലായി. ഞാൻ ഇന്നലെ ഇവളെ തല്ലിന് കണക്കില്ല. കാരണം ഇത് പോണേ ഇല്ലയെന്ന് ഉരച്ച് കഴുകിയിട്ടും ഇത് പോണന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ മറ്റേ പൊടി ഇങ്ങനെ തൂളല്ല. സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കാണാനത്രേ, അതായത് ഞങ്ങൾ ഡാൻസ് കളിച്ചു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ള പൊടി മൊത്തം എടുത്തിട്ട് ഇവരുടെ മേത്തും മുഖത്തും വെച്ച് തേച്ചിരിക്കുകയാണ്. ആ ഡ്രസ്സ് മൊത്തം ഇന്നലെ കറ പിടിച്ചെന്തിയായിട്ട് ഞാൻ ഒലുമ്പി തോറ്റു കേട്ടോ. ഞാൻ എന്നിട്ട് നല്ല പേറിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഗണപതിനെ അവിടുന്ന് എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിരുന്നു. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. എന്താ ഗുഡമ്പാടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഈ ഗണപതിനെ നിമഞ്ജനം ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു നദിയുണ്ട്. അപ്പോൾ അവിടേക്കാണ് നിമഞ്ജനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകട്ടോ. അപ്പോൾ എന്നെ കുറേ വിളിച്ചു, അക്ക വന്നോ, എന്താ പറയുക പെട്ടെന്ന് തിരിച്ചു വരുത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയൊന്നുമില്ല കേട്ടോ. കുറേ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് പോകാൻ വേറെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മറ്റേ എന്താ പറയുക ഇത് പെട്ടി വണ്ടിയിൽ ഗണപതിനെ കൊണ്ടുപോയി. പിന്നെ ഒരു സൈസ് പെട്ടി ഓട്ടോറിക്ഷ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ പോയി. എൻ്റെ കിച്ചുവിൻ്റെ മുഖം നോക്കിയൊക്കെ ഇവൻ വേണം വെച്ചിട്ട് മുഖത്ത് വെച്ച് തേക്കുക. അപ്പോൾ എന്തിനാണ് ചോദിക്കുമ്പോൾ സ്കൂളിൽ നാളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മുഖത്താക്കി കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കുളിക്കാതിരുന്നു. അപ്പോൾ കാര്യം കഴിഞ്ഞല്ലോ, അല്ലാണ്ട് കുളിച്ച് കഴിഞ്ഞാലും ഇതൊന്നും പോവില്ല. അപ്പോൾ അവൻ പറഞ്ഞു അല്ല അമ്മ, നാളെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ ഡാൻസ് കളിച്ച് ചോദിക്കും. അപ്പം ഞാൻ കളിച്ചിട്ടില്ല എന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതിന് കളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്ര ഈ മുഖത്തും മേത്തൊക്കെ വെച്ച് തേച്ചു. പക്ഷെ ഞാനല്ലേ പുലി, ഞാൻ ചകിരി ഇട്ടിട്ട് ഉരച്ചിട്ട് അങ്ങോട്ട് മുഖത്തിൻ്റെയും മേത്തത്തെയും ഒക്കെ അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയും, ഞാനൊരു പണി അങ്ങോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്തു പറഞ്ഞ് എനിക്ക് ഭ്രാന്തിളകും. പൊതുവേ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. കാരണം എനിക്ക് ദേഷ്യം വേഗം വരും. എന്താ വെച്ചിട്ട് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഇങ്ങനെ വെറുതെ തൂളിയെ മതി എന്ന് പറയും. ഇവർ വെച്ച് തേച്ചിരിക്കുക. എനിക്കിത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പം ഞാൻ നല്ല പേറും കൊടുത്തിട്ട് ഈ പോത്തങ്ങ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, ഈ എന്താ പറയുക കാട്ടിലൊക്കെ ഒരു തരം പോത്തങ്ങ ഉണ്ടാവും. അത് ഭയങ്കര ഒരായിരിക്കും. ആ പോത്തങ്ങ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് മുഖത്ത് വരെ ഞാൻ ഒരച്ച് പരുവാക്കിയിട്ട് ഇന്നലെ എൻ്റെ മകളെ കാണാൻ ചുമപ്പ് മക്കളായിരുന്നു. ഈ പൊടിയുടെ ചുമപ്പല്ല കേട്ടോ, ഞാൻ ഒരച്ചതിൻ്റെ ഇതായിരുന്നു. കാരണം എനിക്ക് പേടിയാണ്, വല്ല പൊടിയൊക്കെ പോലെ അലർജി ആയ വല്ല തുമ്മലും ചീറ്റലും വന്നാലേ ഇവിടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടപ്പ് തെറിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ വേണ്ടാത്തേ നിൽക്കണം, നമ്മൾ കളിക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ മുഖത്തൊന്നും ഇങ്ങനെ വെച്ച് തേക്കരുത് പറഞ്ഞിട്ട് ഇന്നലെ അവരെ പോത്തങ്ങയും കൊണ്ട് ഞാൻ എന്തായാലും ഉരച്ച് കുളിപ്പിച്ച് 2 കൊടുക്കുകയും ചെയ്തു. പിന്നെ കുഴപ്പമില്ല കേട്ടോ, പിന്നെ ആൾക്കാർ ഉഷാറായി കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും എൻ്റെ ഫോൺ 8ൻ്റെ പണി തന്നു. എങ്ങനെ തുടച്ചാലും ഫോൺ ക്ലിയർ ആവണില്ല കേട്ടോ. അപ്പോൾ പന്തലുകാർ വന്നു. ആ കാണുന്ന ആളാണ് പന്തലുകാർ പറഞ്ഞ തിരുമേനി കേട്ടോ. അപ്പോൾ തിരുമേനി വന്നിട്ട് ഹാരതി ഒഴിയാണ്. ഇനി തേങ്ങകൾ ഇങ്ങനെ ഉടയ്ക്കും, അതായത് വിഘ്നങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വരാൻ വേണ്ടിയിട്ട് ഗണപതി പോണ വഴിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കണം പറഞ്ഞിട്ട് ഗണപതിനെ ഹാരതിയൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കണം. അപ്പോൾ എല്ലാവരും ഗണപതിക്കും വിഘ്നങ്ങൾ, അതായത് ആ അവരുടെ യാത്ര ഒന്നും തടസ്സം ഉണ്ടാവാതെ അവർ നല്ല രീതിയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ യാത്രയിൽ തടസ്സം വരണ്ട. പിന്നെ നമ്മളും നമ്മുടെ എല്ലാ വിഘ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തേങ്ങ കുഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ താഴെ വന്നിട്ട് തേങ്ങ പൊട്ടിക്കിട്ടോ. ഞാൻ ഇന്നലെ തേങ്ങ പൊട്ടിച്ചത് ആരുടെയോ കാല് കൊണ്ടുപോകുന്ന സംശയമുണ്ട്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ, കാരണം ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ എന്നാലും തേങ്ങ ഉടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചൂര് ഉടയ്ക്കുമ്പോൾ കിച്ചു പറഞ്ഞു ചിലപ്പോൾ അത് പൊട്ടിയിട്ടില്ലെങ്കിലോ എന്നൊരു പേടി, പൊട്ടിയില്ലെങ്കിൽ പിന്നെ അത് റീസ്റ്റാവും. എനിക്ക് അല്ലെങ്കിൽ അന്ധവിശ്വാസം കൂടുതലാണ് എനിക്ക്. പിന്നെ അത് പൊട്ടാണ്ടിയും കൂടി ആവുന്ന എനിക്ക് പിന്നെ സങ്കടം വരും. അപ്പം ഞാൻ തന്നെ പോയി പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ ഗണപതിനെ 3 പ്രാവശ്യം ഒറ്റ പൊട്ടിക്കലായിരുന്നു. പൊട്ടിക്കൽ തേങ്ങ മറ്റേ കുഞ്ഞു കഷ്ണങ്ങളായി പോയിട്ടോ.
അപ്പോൾ എല്ലാവരും എന്നെ നോക്കി. കാരണം ഇവരെയൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ പൊട്ടി വന്നിട്ടുള്ളൂ. എൻ്റെ ഇങ്ങനെ പീസായി പോയപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടോ ഈ പെണ്ണിനെ കൊട്ടൽ, അതായത് പൊട്ടിക്കൽ എന്തൊരു പൊട്ടിക്കലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാവരും എന്നെ നോക്കി. ഞാൻ പക്ഷേ ഒന്നിങ്ങനെ മെയിൻ ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടെ പ്രസാദ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മാത്രം എൻ്റെ മക്കൾ പുലികളാണ്. ഡാൻസ് കളിക്കാൻ ദേഹാണെങ്കിൽ ഒരു പരിപാടിക്കും എൻ്റെ മക്കൾ വരില്ല. പ്രസാദങ്ങൾ ഇരുന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക, ഒരു ഭാഗത്ത് നിൽക്കുക, ഇങ്ങനെ ചിരിക്കുക, അങ്ങനെയൊക്കെ വെച്ചാൽ എൻ്റെ മക്കൾ നല്ല രസമാണ്. വീടിനകത്ത് കളിക്കട്ടോ, വീടിനകത്ത് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടേ ഇരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റാണ്. ചുവേട്ടൻ എപ്പോഴും പറയും എന്ത് കിട്ടിയിട്ടില്ല എൻ്റെ മക്കൾക്ക് ആ സ്വഭാവം കിട്ടിയിട്ടുണ്ട് പറയും. കാരണം വീട്ടിനകത്ത് ഞാൻ ശിവേട്ടനെ അങ്ങനെ കൊല വിളിക്കും ഞാൻ കേട്ടോ. നന്നായിട്ട് തൊള്ളയുള്ള ശിവേട്ടനോട് ഞാൻ. പക്ഷെ പുറത്ത് പോയി എനിക്ക് പേടിയാണ്. അതിപ്പം എന്നല്ല കേട്ടോ, ചെറുപ്പം മുതലേ അങ്ങനെയാണ്. വീടിനകത്ത് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും, നല്ലോണം തമ്മിൽ കൂടുകയും ചെയ്യും, നല്ലോണം അതായത് നല്ല എന്താ പറയുക, നല്ല തമ്മിൽ കൂട്ടും. ഞാൻ എല്ലാവരും തമ്മിൽ കൂട്ടും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രിപ്രോ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ തല്ലിയാൽ ഞാൻ കൊണ്ടുകൊണ്ട് മിണ്ടാതിരിക്കും. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ ചക്കൻ എന്താ ഇങ്ങനെ നോക്കണില്ലേ. ഞാൻ ആ ചക്കനെ വീഡിയോ എടുത്തത് ആ ചക്കൻ ആദ്യം പിടിച്ചില്ലേ തോന്നുന്നു കേട്ടോ. ആ ചക്കൻ എന്നെ ഭയങ്കരമായിട്ട് നോക്കി. പിന്നെ അത് കണ്ടപ്പോൾ ആ ചക്കൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാതിരി കളിയായിരുന്നു. അത് എത്രയിലെ പഠിക്കുന്നത്, 8 പഠിക്കുന്ന ചക്കനാണ് കേട്ടോ. പക്ഷെ ആൾ കുറച്ച് വലിയ ആളാണ്. ചക്ക 8 പഠിക്കുന്നത്. പക്ഷെ അവൻ്റെ കളി കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു മാതിരി. ആദ്യം ഒന്ന് നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മക്കൾക്ക് എൻ്റെ സ്വഭാവം തന്നെയാണ് കേട്ടോ. വീടിനകത്ത് പുലികളാണ്, പുറത്തിറങ്ങി ഞങ്ങൾ എലികളാണെന്ന്. കാരണം ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ ശിവേട്ടനത്ത് പറയും എനിക്ക് ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം, അങ്ങനത്തെ കളർ വേണം എന്നൊക്കെ പറയും. കടയിൽ പോയിട്ട് ആ കടക്കാരൻ എന്താദ്യം കാണിച്ചോ, അത് നല്ലതാണെങ്കിലും ചെറുതാണെങ്കിലും എനിക്കത് മതി. തലാട്ടും, ഞാൻ വേണമെന്നും കൂടെ പറയില്ല, തലാട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം അതേ സ്വഭാവമാണ് എൻ്റെ മക്കൾക്കും. കാരണം ഇവറ്റങ്ങൾ ഒരു ഉഷാറായിട്ട് കളിക്കുന്നില്ല എന്ന് കണ്ടോ. ഞാൻ കളിക്കടാ എന്ന് പറയുമ്പോൾ വാണ്ട പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്താ ചെയ്യല്ലേ, മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. വീട്ടിനകത്ത് എൻ്റെ മക്കൾ ഭയങ്കര പൊരി കേട്ടോ. എപ്പോൾ നോക്കിയാലും ഡാൻസ് കളിച്ചുകൊണ്ടും ചാടിക്കൊണ്ടും ഇരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇരുത്തി അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഗണപതി ഭഗവാൻ നമ്മൾ യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയും, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ആ ചക്കൻ എന്നെ പറയും അക്ക നിങ്ങൾ സ്ഥലം പറഞ്ഞില്ലേ പറയും. അപ്പോൾ ഇത് നമ്മുടെ ഗുണ്ടൂരിലെ ഏടുകുന്ത് സന്ധിയിൽ ആറാഗ്രഹാരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വിനായകൻ്റെ നിമഞ്ജനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചക്കനോട് തെലുങ്കിൽ സംസാരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ തെലുങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓടും. എന്നാലും ഞാൻ പറയാം കേട്ടോ. വേണ്ട, ഞാൻ തെലുങ്ക് പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. എല്ലാവർക്കും അറിയാലോ, അതിന് ഏടുകുന്ത് സന്ത് ആറാഗ്രഹാരമാണ് കേട്ടോ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഗണപതി ചേട്ടൻ നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വർഷം നേരത്തെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ജീവിതം അടിച്ചു പൊളിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. കാരണം എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഭയങ്കര നാടനും ഭയങ്കര പഴഞ്ചനുമാണ് എന്ന്. അപ്പോൾ എന്തായാലും ഈ ചേട്ടനാണ്, അതായത് ആ ചക്കൻ്റെ ഏട്ടനാണ് കേട്ടോ. അതായത് ഈ പ്രോഗ്രാം നടക്കുന്ന ചക്കൻ്റെ ഏട്ടനാണ്. അപ്പോൾ അയാൾ എല്ലാവർക്കും ലെമൺ റൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും പോയിട്ട് വാങ്ങിട്ടോ. അപ്പോൾ അത് ഞാനൊരു 2 കയ്യിൽ, അതായത് ഒരു കയ്യിൽ ഞാൻ വാങ്ങി, ഒരു കയ്യിൽ അച്ഛൻ വാങ്ങി തന്നു. ഞാൻ എവിടെ പോയാലും എന്ത് കഴിക്കുകയാണെങ്കിലും ഞാൻ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശിവനാർക്കും കൊണ്ടുവരും. അല്ലെങ്കിൽ എനിക്കത് കഴിക്കാൻ തോന്നില്ല. എന്താ ചെയ്യാലേ. എന്നാൽ ശിവേട്ടൻ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ശിവേട്ടൻ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്തായാലും എന്ത് കിട്ടിയാലും അടുത്ത കൈ കാണിച്ചിട്ട് ശിവേട്ടനും വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനും ശിവേട്ടനും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ.